മാള യഹൂദ സെമിത്തേരിയോട് ചേർന്നുള്ള സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പൊതുസൗകര്യങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസ് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. യഹൂദ സെമിത്തേരിയോട് ചേർന്നുള്ള സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ സ്റ്റേജ്, വയോജന ക്ലബ്ബ് എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പുരാവസ്തു വകുപ്പിന്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഡീനോട്ടിഫൈ ചെയ്യുന്നതിനും മുസ്ലിസ് ഹെറിറ്റേജ് പ്രൊജക്ട് ലിമിറ്റഡുമായുള്ള നിലവിലെ ധാരണാപത്രം ഭേദഗതി ചെയ്ത് പൊതുജനോപയോഗം പുനഃസ്ഥാപിക്കുന്നതിനുമായി മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസിന്റെ പ്രസിഡന്റ് ഷാൻഡി ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. കേരള സർക്കാരും മാള ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഏകദേശം 10 കോടി ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ സ്റ്റേജ്, വയോജന ക്ലബ്ബ് തുടങ്ങിയ പൊതുസൗകര്യങ്ങൾ നിലവിൽ ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പുരാവസ്തു വകുപ്പിന്റെ നോട്ടിഫിക്കേഷനും തുടർന്ന് മുസ്ലിസ് ഹെറിറ്റേജ് പ്രോജക്റ്റുമായുള്ള ധാരണാപത്രവും നിലവിൽ വന്നതോടെയാണ് സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ടതെന്നും ആരോപണമുണ്ട്. ഇതുമൂലം പൊതുസൗകര്യങ്ങൾ കാടുകയറി നശിക്കുകയാണെന്നും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ഇവ വീണ്ടും തുറന്നുകൊടുക്കേണ്ടത് അനിവാര്യമാണെന്നും നിവേദനത്തിൽ പറയുന്നു. സ്റ്റേഡിയം ഉൾപ്പെടുന്ന ഭാഗമെങ്കിലും ഡീനോട്ടിഫൈ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കണമെന്ന് യുവജനക്ഷേമ കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് വിവിധ യോഗങ്ങളിൽ നിർദ്ദേശിച്ചിരുന്നുവെന്നും നിവേദനത്തിൽ പരാമർശിക്കുന്നു. നിലവിലെ ധാരണാപത്രം ഭേദഗതി ചെയ്ത് പൊതുസൗകര്യങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന തരത്തിൽ പുതിയ MOU തയ്യാറാക്കണമെന്നും സ്റ്റേഡിയത്തിന് മാള യഹൂദ സ്മാരക സ്റ്റേഡിയം എന്ന പേര് നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം, മാള.